ഹായ്, എൻ്റെ പേര് ദിൽഷാദ്. ഞാൻ ബാംഗ്ലൂരിലുള്ള ഒരു മലയാളിയാണ്. നമ്മൾ ബാംഗ്ലൂരിൽ ജോലി ആഗ്രഹിക്കുന്നവർക്കും അതുപോലെ തന്നെ ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കൊക്കെ ഒരു ഹെൽപ്പായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ എൻ്റെ ഒരു പേജ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു, അരികിൽ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞിട്ട്. അതിലൂടെ നമ്മൾ പല ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് അതുപോലെ തന്നെ ജോബ്സ്, ഹയറിങ്, വേക്കൻസീസ് എല്ലാം നമ്മൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ടായിരുന്നു. അത് കണ്ടിട്ട് നമ്മൾ നിറയെ പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു. നിറയെ പേർക്ക് നമുക്ക് ഈ ഒരു കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ജോലി റെഡിയാക്കി കൊടുക്കാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞു. അതുപോലെ തന്നെ ഫസ്റ്റായിട്ട് വരുന്ന മലയാളികൾക്ക് റൂംസ് കാര്യങ്ങളെല്ലാം റെഡിയാക്കി കൊടുക്കാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. അതിന് നമ്മൾ പലരും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പുറകിൽ നിന്ന്. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്കൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്, അതായത് ബാംഗ്ലൂരിൽ ജോലി നോക്കുന്നവരോട് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. മറ്റൊന്നുമല്ല, എന്നെ നിറയെ പേര് വിളിക്കാറുണ്ടായിരുന്നു. ഡെയിലി എനിക്ക് മിനിമം ഒരു 20 to 30 വരെ ആളുകൾ വിളിക്കാറുണ്ട്, ജോബ് മാത്രം. ഓക്കെ, അതിൽ പുറമെ ബിസിനസ്സായിട്ടും റൂംസായിട്ടൊക്കെ വേറെ വിളിക്കാറുണ്ട്. ജോബ്സിന് മാത്രമേ എനിക്ക് ഇത്രയും കോൾ വരാറുണ്ട്. അതിൽ സാധാരണ മിനിമം ഒരു +2 ഉള്ളവരുണ്ട്, 10th ഉള്ളവരുണ്ട്, അതുപോലെ തന്നെ നല്ല നല്ല ക്വാളിഫിക്കേഷൻസ് ഉള്ളവരൊക്കെ ഉണ്ട്. അവർക്കൊക്കെ നമുക്ക് അതിൻ്റേതായ ജോബ്സ് നമ്മൾ റെഡിയാക്കി കൊടുക്കാറുണ്ട്. അപ്പോൾ ഞാൻ എന്താ നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ചാൽ, എനിക്ക് പലരും വിളിച്ചിട്ട് അർജൻറ്റാണ്, നമുക്കിവിടെ നാട്ടിൽ ജോലിയില്ല, എങ്ങനെയെങ്കിലും ഒരു ജോലി റെഡിയാക്കി തരുമെന്ന് ചോദിച്ച് വിളിക്കുമ്പോൾ ഞാൻ അവരോട് സംസാരിച്ചിട്ട് അവരുടെ റെസ്യൂം വാങ്ങിക്കും. എന്നിട്ട് അവർക്ക് അവരുടെ ക്വാളിഫിക്കേഷൻ ആവശ്യമായ ജോബ്സ് ഞാൻ റെഡിയാക്കി കൊടുക്കും. അപ്പോൾ ഈ മാനേജേഴ്സ് അല്ലാന്നുണ്ടെങ്കിൽ ഈ ഓണേഴ്സ് എന്നോട് പറയും, ദിൽഷാദ് ഇവർ ഓക്കെയാണ്, അവരോട് ഇന്ന ദിവസം നിങ്ങൾ ഇൻ്റർവ്യൂവിന് വരാൻ പറയാമെന്ന് പറയും. അപ്പോൾ ഞാൻ പിന്നീട് അവരെ വിളിക്കും, ഈ ഒരു ഡേറ്റിലാണ് ഇവർ ഇൻ്റർവ്യൂ റെഡിയാക്കിയിട്ടുള്ളത്, നിങ്ങൾക്ക് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അവർ വരാൻ പറ്റത്തില്ല എന്ന് പറയും. അത് കാരണം മറ്റൊന്നും കൊണ്ടല്ല, അവർക്കൊരു പേടിയാണ്. കാരണം നമ്മൾ വന്നിട്ട് നമ്മൾ ഇൻ്റർവ്യൂ നമ്മൾ ഓക്കെ ആവുമോ, നമ്മൾ ഓക്കെ ആയില്ല എന്നുണ്ടെങ്കിൽ അതുവരെ വരുന്നതും ആ ഒരു ചിലവെല്ലാം വേസ്റ്റ് ആയില്ലേ എന്നുള്ളൊരു തോന്നൽ അവർക്ക് വരുന്നുണ്ട്. അത് സ്വാഭാവികമാണ്. പക്ഷെ നിങ്ങൾ ചിന്തിക്കേണ്ട ഇത്രയേ ഉള്ളൂ, നിങ്ങൾക്ക് എവിടെ പോയാലും അറ്റ്ലീസ്റ്റ് ബാംഗ്ലൂരിൽ ഇപ്പോൾ തീരെ ഒരിക്കലും നിങ്ങൾക്ക് ഡയറക്റ്റ് ഇൻ്റർവ്യൂ ഇല്ലാണ്ട് ഒരു ജോബ് റെഡി ആവുന്നില്ല, ആരും കൊടുക്കുന്നില്ല. അറ്റ്ലീസ്റ്റ് ഒരു ബേക്കറി ആണെങ്കിൽ പോലും അവിടെ നിൽക്കാനുള്ള ആൾക്ക് ചിലപ്പോൾ 10,000-12,000 സാലറി ഉള്ളൂ. ആ ഒരു ഓണർ ആണെങ്കിൽ പോലും അവൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം എടുത്തിട്ടാണ് ഒരു ജോബ് കൊടുക്കുന്നത്. കാരണം അത്രയും ഇപ്പോൾ ഞാൻ ചില ബേക്കറീസിലൊക്കെ എന്നോട് +2 കഴിഞ്ഞ കുട്ടികളൊക്കെ ഫസ്റ്റായിട്ട് ഞങ്ങൾക്ക് ഒന്ന് പുറത്ത് വന്ന് നിൽക്കണം, സാലറി കുറഞ്ഞാലും പ്രശ്നമില്ല, നല്ലൊരു ജോബ് റെഡിയാക്കി തരുമെന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ കൂടുതലും കൊടുക്കുക ബേക്കറീസ്, അല്ലാന്നുണ്ടെങ്കിൽ ഡ്രസ് ഷോപ്പ്, നമുക്ക് പരിചയമുള്ള അവിടെയൊക്കെ ആയിരുന്നു ജോബ് റെഡിയാക്കി കൊടുക്കുന്നത്, അല്ല സൂപ്പർ മാർക്കറ്റ്സ്. അപ്പോൾ അവർക്ക് അവിടെ 10,000 12,000 അത്ര സാലറി കിട്ടുള്ളൂ. പക്ഷേ ആ ഓണർ ചോദിക്കുന്ന എന്നോട് ചോദ്യം, ദിൽഷാദേ നിനക്ക് കോൺഫിഡൻസ് ഉള്ള ആളാണോ, അവർ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവും, നിനക്ക് പേഴ്സണലായിട്ട് അറിയുന്ന ആളുകളാണെങ്കിൽ മാത്രം നീ സജസ്റ്റ് ചെയ്യാൻ ഇതാ മതി എന്ന് അവരെന്നോട് പറയും ഓണേഴ്സ്. അപ്പോൾ അത്രയും ഇതാണ്. കാരണം ഒരു കാലത്ത് ബാംഗ്ലൂരിൽ നാട്ടിൽ എന്ത് പ്രശ്നം വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഡയറക്റ്റ് നേരെ ബാംഗ്ലൂർ കയറും, എന്നിട്ട് ഇവിടെ എന്തെങ്കിലും ജോബിൽ നോക്കും. പിന്നീടായിരിക്കും ആ ഇഷ്യൂസ് വന്നിട്ട് ആ ഓണേഴ്സിനും ആ ഷോപ്പിനും എല്ലാം അതൊരു വലിയ ഇഷ്യൂസ് ആവാറുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരുവിധം ഓണേഴ്സൊന്നും അതങ്ങനെ ചെയ്യുന്നില്ല. എനിക്ക് ഇത്രേ പറയാനുള്ളൂ, നിങ്ങൾ ബാംഗ്ലൂരിലൊരു ജോബ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഇൻ്റർവ്യൂവിന് വരാൻ റെഡി ആവണം. അത് നിങ്ങൾ 1-2 ദിവസം ഇവിടെ നിൽക്കാൻ റെഡി ആവണം. അത് ചിലപ്പോൾ നിങ്ങൾക്ക് ഓക്കെ ആവും, ചിലപ്പോൾ ഓക്കെ ആവില്ല. പോയാൽ ഒരു 2,000 രൂപ കിട്ടിയാൽ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളെ ലൈഫ് സെറ്റിലാവാൻ പറ്റിയൊരു ജോബായിരിക്കും കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക. ഓക്കെ, ബാംഗ്ലൂരിൽ നിന്നല്ല എവിടെയാണെങ്കിലും നിങ്ങളൊരു ജോബ് പുറത്തൊരു ജോബ് നോക്കുകയാണെങ്കിൽ നിങ്ങൾ അവർ ഇൻ്റർവ്യൂ വിളിക്കുന്ന ഡേറ്റിൽ അവിടെ എത്താൻ നിങ്ങൾ റെഡി ആയിരിക്കണം. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, താങ്ക് യു.